21 മുതലാണ് എൻ്റെ ആ ഒരു യാത്ര ആരംഭിക്കുന്നത്. അതായത് 21 വയസ്സിൽ ആരംഭിച്ചു. ഈ പറയുന്ന ഒരു ബിസിനസ്സുകാരനാവണം, കുറെ പണം സമ്പാദിക്കണം, കുറെ ലക്ഷറി ജീവിതം ജീവിക്കണം, റോൾസ് റോയ്സ് വേണം, പ്രൈവറ്റ് ജെറ്റ് വേണം. അതിനുശേഷം 25 ആയപ്പോൾ ഞാൻ അവിയിക്കേണ്ടായി. അതായത് ഈ മെറ്റീരിയലിസ്റ്റിങ്ങോ ഈ പറയുന്ന പണമോ സമ്പത്തോ പ്രശംസയോ ഇതൊന്നും അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ആത്മാവിന് വേണ്ട സമ്പത്താണ്. ഓക്കെ, ആത്മസമ്പത്താണ് വേണ്ടത്. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെ ഞാനൊരു കുണ്ടലിനി അവിയിക്കേണ്ടായി. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഈ പറയുന്ന ജീവിത ലക്ഷ്യം മനസ്സിലായി. അതായത് 1999 മുതൽ 25 വരെ നോ പെർപ്പസോടെ ജീവിച്ചു. അത് പക്ഷേ 25 മുതൽ 30 വരെ സോൾ പെർപ്പസ് തന്നെയാണ്. അപ്പൊ എന്റെ സോളിന്റെ പെർപ്പസ് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു പെർപ്പസ് ഉണ്ട്, വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോ നോക്കുമ്പോൾ കണക്ട് ആവുന്ന കുറച്ച് പേരുണ്ട്. അവര് ഏറ്റവും പ്രഷ്യസ് ആയിരിക്കും, കാരണം അവർ ആ ഒരു 5% പെട്ടവരായിരിക്കും. അപ്പൊ ഈ പറയുന്ന സമസ്ത സൃഷ്ടിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഭാവി തലമുറക്കാണെങ്കിലും ഈ ഒരു ഭൂമി പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കണമെന്നാണ് എന്റെ പെർപ്പസ്. ഓക്കെ, വിഷ്ണു എന്നല്ല എന്റെ പെർപ്പസ്. അപ്പൊ അതെന്തായാലും ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ നിൽക്കുന്ന ഞാൻ നോക്കുമ്പോൾ ഇവരെല്ലാവരും ഞാൻ സ്തുതിച്ചേനെ കണ്ട്. ഈ പറയുന്ന നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിലും ഈ പറയുന്ന മൾട്ടിനാഷണൽ കമ്പനീസ് ആണെങ്കിലും ബിൽഗേറ്റ്സും എലോൺ മസ്കും എല്ലാം എന്റെ ഗുരുസ്ഥാനിൽ തന്നെയായിരുന്നു. ഓക്കെ, അതിനുശേഷമാണ് എന്റെ റിസർച്ച് കൊണ്ടുപോയത്. ഇവന്മാരെ എന്റെ വില്ലന്മാരാണ്. ഓക്കെ, ഇവരെ തന്നെയാണ് വില്ലൻ, ഇവന്മാരെ തന്നെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെനിക്ക് ഒട്ടും ഇതായില്ല. അതോടൊപ്പം തന്നെ ഇപ്പൊ എപ്സ്റ്റീൻ ഫയലും കാര്യങ്ങളെല്ലാം ഇറങ്ങി. അതായത് മുൻകൂട്ടി എനിക്കെല്ലാം അറിയാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇൻഡ്യൂഷൻ വഴി തന്നെ. ഓക്കെ, മെഡിറ്റേഷൻ, യോഗ ഇതെല്ലാം വഴി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ ആയപ്പോൾ തന്നെ ഈ വിഡ്ഢിയായ പിണറായി വിജയൻ ആണെങ്കിലും വിഡ്ഢിയായ നരേന്ദ്രമോദി ആണെങ്കിലും ഇവരെല്ലാവരും മുമ്പിൽ നിർത്തിക്കൊണ്ട് അവർ ഇത്ര വലിയ കരുക്കളെല്ലാം നീക്കി കഴിഞ്ഞു, എല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു, മാക്സിമം എത്തിക്കഴിഞ്ഞു. ഓക്കെ, 2030 എത്താൻ വളരെ കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. അപ്പൊ അതിനു മുമ്പ് ഏറ്റവും സ്പീഡിൽ തന്നെ ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അപ്പൊ ഇതെല്ലാം ഏറ്റവും രൂക്ഷം തന്നെയാണ്. അപ്പൊ ഇതെല്ലാം ഇനി റെസിസ്റ്റ് ചെയ്യേണ്ട കടമ എന്റെയാണ്. ഓക്കെ, എന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒപ്പം കുറച്ച് 5% ആൾക്കാർ വരുവാണ്. അപ്പൊ അവരുടെ ഒപ്പം തന്നെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പൊ ഈസിലി ഞാൻ ചെയ്യുന്നതാണ്, കാരണം ഇത് കാലത്തിന്റെ തീരുമാനമാണ്, പ്രപഞ്ചത്തിന്റെ തീരുമാനമാണ്, ഈ കുറഞ്ഞ ഭൂമിയുടെ തീരുമാനമാണ്. ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ചെറിയ മൺതരികളാണ്. മൺതരികൾക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഈ ഭൂമിയെ സംരക്ഷിച്ച് പരിശുദ്ധമാക്കുന്ന കർമ്മമാണ് എന്റെ കർമ്മം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി തന്നെയാണ് സായുജ്യം എന്നുള്ള ഒരു പ്രൊജക്ട് തന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. സായുജ്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു കൾച്ചറാണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. അതായത് പണ്ടെല്ലാം നമ്മൾ ഇതുപോലെ പ്രസവിച്ചുകൊണ്ടെന്ന് വെച്ച ആൾക്കാരാണ്. ഓക്കെ, അതായത് എന്റെ അച്ഛമ്മേല 6 പ്രസവിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നിപ്പോ കത്രി വെച്ച് വെട്ടി കീറണ സിസേറിയൻ അത് ഇത് കൊല്ലണം കുഞ്ഞുങ്ങളെ. വാക്സിൻ ഓക്കെ, ജനിച്ചു വീഴുമ്പോൾ തന്നെ 5-6 വാക്സിൻ എടുക്കും. പിന്നെ 3 മാസം 2 മാസം 10 മാസം. അപ്പൊ ഇതെല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്യില്ലെങ്കിൽ പിന്നെ ആര് സ്റ്റോപ്പ് ചെയ്യും? എന്നെക്കാട്ടി അറിവ് ഈ ലോകത്തിൽ ശരീരത്തെ കുറിച്ച് ആർക്കും ഇല്ല. ഓക്കെ, യാതൊരു ഡോക്ടറിനും ഇല്ല, സയന്റിസ്റ്റിനും ഇല്ല, ആർക്കും ഇല്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്തോ അത് തന്നെയാണ് സത്യം. അതായത് ഈ ശരീരത്തെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള ജ്ഞാനം എനിക്ക് വേദങ്ങളിലൂടെ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്റെ റിസർച്ച് വഴി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള ആ ഒരു സായുജ്യം പ്രൊജക്ടിന് ഇവിടെയുള്ള അഴുക്കുകൾ ആദ്യം കഴുകി മാറണം. ഓക്കെ, എന്റെ തലയുടെ പൊക്കത്ത് ഒരിക്കലും അഴുക്കളെ ഞാൻ കൊണ്ടുവന്നിരുത്തില്ല. കംപ്ലീറ്റ് അതോറിറ്റി എന്റെ തന്നെ ആയിരിക്കണം. കാരണം ഈ പറയുന്ന പിണറായി വിജയൻ ആണെങ്കിലും ഈ പറയുന്ന ആരോഗ്യവകുപ്പ് ആണെങ്കിലും ഈ പറയുന്ന പ്രധാനമന്ത്രി ആണെങ്കിലും ഇതെല്ലാം ആ ഒരു മൾട്ടിനാഷണൽ കമ്പനി എങ്ങനെയിട്ട് കാണിക്കുന്നു അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറും സ്ലേവ്സ് ആണ്. അതെല്ലാം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം എന്റെ വീഡിയോസ് ഒരുപാട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഈ സ്ലേവ്സ് എത്ര നാൾ ഇവിടെ നിൽക്കുന്നു അത്ര നാളും നമുക്ക് നാശം തന്നെയായിരിക്കും. ആ ഒരു നാശം ഒരിക്കലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പൊ നശിപ്പിക്കുന്നവരെ ആദ്യം നശിപ്പിക്കണം. അത് ഞാൻ ചെയ്യുന്നതാണ്. ഓക്കെ.